ഞാൻ ഡോക്ടർ സജീവ് മറ്റത്തിൽ. ഞാൻ അക്യുപഞ്ചർ ക്ലിനിക്ക് നടത്തുന്ന ഒരു ഡോക്ടറാണ്. എൻ്റെ അടുത്ത് വരുന്ന പല രോഗികളും വിറ്റാമിൻ ഗുളികകൾ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അക്യുപഞ്ചർ വീയിലൂടെ നമുക്ക് വിറ്റാമിൻസ് ഗുളികയുടെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിൽ എന്താണ് വേണ്ടത് അത് ശരീരം ഉണ്ടാക്കാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിലുണ്ട്. ചിലർക്ക് വിറ്റാമിൻ ഡി ഗുളിക കഴിക്കുന്നവരുണ്ട്, HB കുറവുള്ളവരുണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് ആരും ഞങ്ങൾ ചികിത്സകൾ കൊടുക്കുകയല്ലാതെ മരുന്നുകളൊന്നും ഞങ്ങൾ ആരും നിർദ്ദേശിക്കാറില്ല. കാരണം വിറ്റാമിൻസ് മിനറൽസ് നമ്മുടെ ശരീരം കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അത് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. എനിക്കറിയാവുന്ന ഒരാളുടെ തമിഴ്നാട്ടിൽ ഏകദേശം 58 വയസ്സുള്ള മനുഷ്യൻ വെള്ളം മാത്രം കുടിച്ച് ജീവിക്കുന്ന ഒരാളുണ്ട്. വെള്ളം മാത്രം കുടിച്ച്. പക്ഷേ അയാളുടെ പരിശോധന അയാൾ ഈ കുതിരപ്പന്തയത്തിനൊക്കെ പോകുന്ന മനുഷ്യനാണ്. പോകുന്ന സമയത്ത് അയാൾ 5 ലിറ്ററിൻ്റെ ഒരു ക്യാനിൽ വെള്ളം കൊണ്ടുപോകും. ബാക്കി കുടിച്ചിട്ട് തിരിച്ച് 2 ലിറ്റർ ബാക്കി ആയിട്ട് തിരിച്ചു കൊണ്ടിരും. അപ്പോൾ ഇയാളുടെ ശരീരത്തിലെ മുഴുവൻ രാസപരിശോധനകൾ, കെമിക്കൽ പരിശോധനകൾ നടത്തി കഴിഞ്ഞപ്പോൾ എല്ലാം കറക്റ്റാണ്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് ഈ സമൂഹത്തിലൂടെ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിൽ കോഴിയെ വളർത്തുന്നതാണ് അല്ലേ. കോഴിയെ വളർത്തുന്ന നമുക്ക് കോഴി ഇടുന്ന മുട്ടയിൽ ഏകദേശം ഒരു 80% കാൽസ്യം ആയിരിക്കും. നമ്മൾ ആരെയും കാൽസ്യം ഗുളിക കൊടുക്കുന്നുണ്ടോ കോഴിക്ക്? നമ്മൾ എന്തെങ്കിലും മുറ്റത്തുള്ള ആവശ്യമില്ലാത്ത വേസ്റ്റുകൾ അല്ലെങ്കിൽ പുല്ല് ഇതൊക്കെയല്ലേ ശരിക്കും പറഞ്ഞാൽ കോഴി തിന്നുന്നത്. ഈ കോഴിയുടെ മുട്ട ഏകദേശം 80% കാൽസ്യമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് കോഴിക്ക് വിറ്റാമിൻ കൊടുത്തില്ലെങ്കിലും കോഴിക്ക് ആവശ്യമുള്ള ആ കാൽസ്യം ഉണ്ടാക്കാനുള്ള കഴിവ് അതിൻ്റെ ശരീരത്തിനുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇപ്പം പശുവിന് ഏകദേശം ഒരു 60% കാൽസ്യമുള്ള പാലാണ്. ശരിക്കും പറഞ്ഞാൽ പാലിന് ഇന്നത്തെ കാലത്തല്ലേ വിറ്റാമിൻ ഗുളികകൾ കൊടുത്ത് പാല് ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പുല്ല് മാത്രം തിന്നുന്ന ഒരു പശുവിൻ്റെ നമ്മൾ പാലെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 60% കാൽസ്യമുണ്ട്. അപ്പം ഇത്തരം അത്ഭുതങ്ങൾ നമ്മൾ കണ്ട് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും ഈ നമ്മൾ കാൽസ്യം അതായത് വിറ്റാമിൻസ് ഉണ്ടാക്കാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിന് എല്ലാ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ട്. നമ്മൾ പറയുന്നത് എന്നാ, നമ്മൾ ഇഷ്ടമുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാവുള്ളൂ. ഇഷ്ടമുള്ള ഭക്ഷണത്തിലുള്ളത് നമുക്കത് ശരീരത്തിന് ആവശ്യമുള്ളതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടം തോന്നുന്നത് പല ഭക്ഷണത്തോളം. ആ ഇഷ്ടമുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഗർഭിണികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഗർഭിണികൾ അവർ ചോദിക്കും, അവർക്ക് പച്ചമാങ്ങയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ ഈ പച്ചമാങ്ങ ഇഷ്ടപ്പെടുന്നതിന് കാരണം അവർക്ക് അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ്, കാൽസ്യം പോലുള്ള കണ്ടൻറ്റ് അവരുടെ പച്ചമാങ്ങയിലുണ്ട്. അതുകൊണ്ട് അവർക്കത് ഇഷ്ടം തോന്നും. അതുകൊണ്ടാണ് അവർക്ക് ആവശ്യമുള്ള, കുട്ടിക്ക് ആവശ്യമുള്ള കാൽസ്യം ഈ പച്ചമാങ്ങ, ജൈവമായ പച്ചമാങ്ങയിൽ നിന്ന് ശരീരം സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് സാധനങ്ങൾ നമ്മൾ കഴിച്ചാലും അത് ആവശ്യമുള്ള, ശരീരത്തിന് ആവശ്യമുള്ള സാധനമാക്കി മാറ്റാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും, പഞ്ചഭൂതങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും അതിനുള്ള കഴിവ് ഉണ്ടെന്ന സമയത്ത് ഞാൻ ഈ സമയത്ത് ആവർത്തിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡി വെയിൽ കൊള്ളണമെന്നൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ട്. അല്ലാതെ HB കൂട്ടാൻ വേണ്ടി അത് ഇന്നത് കഴിക്കണം അത് കഴിക്കണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുമുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ശരീരം ഈ വെയിലിനെ അല്ലെങ്കിൽ ഈ ചൂടിനെ അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള വിറ്റാമിൻ ഡിയെ നമ്മുടെ ശരീരത്തിന് സ്വീകരിക്കാൻ മേലാത്ത വിധത്തിലുള്ള ക്രമക്കേടുകൾ നമ്മുടെ ശരീരത്തോട് നമ്മൾ കൂടുതൽ കെമിക്കൽ മരുന്നുകൾ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തോട് ചെയ്തു വെച്ചതുകൊണ്ടാണ് ഇത് സ്വീകരിക്കാൻ ശരീരത്തിന് പറ്റാത്തതെന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ HB കൂട്ടാൻ വേണ്ടി നമ്മൾ ധാരാളം മരുന്നുകൾ കഴിക്കുന്നു. ഈ മരുന്ന് കഴിക്കുന്ന സമയത്ത് HB പരിശോധിച്ചാൽ ഉണ്ടാകും എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് ഒരാഴ്ച നിർത്തി കഴിഞ്ഞാൽ പിന്നെ പരിശോധിച്ച് നോക്കി HB ഉണ്ടാവില്ല. അപ്പം HBയും ഇത്തരം കാര്യങ്ങൾ ശരീരത്തിലുള്ള കെമിക്കൽ ചേഞ്ചുകൾ കട്ടാക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിന് സാധിക്കും. അത് നമ്മൾ വഴിതെറ്റി ജീവിച്ചതുകൊണ്ടാണ് നമ്മുടെ ശരീരം അതിന് പാകമല്ലാത്തതെന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഫോസ്ഫറസ്. നമ്മൾ ഫോസ്ഫറസ് അറിയാൻ വേണ്ടി എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഫോസ്ഫറസ് നമ്മുടെ ശരീരം അത് കൃത്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമ്മുടെ ശരീരത്തിലുള്ള എന്ത് സാധനങ്ങളും ഉണ്ടാക്കാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനുണ്ട്. അതിനുള്ളൊരു കഴിവ് നമ്മൾ ശരീരത്തെ ഇല്ലാതാക്കുന്നതാണ് നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ.